عن عثمان بن عفان رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول عثمان بن عفان رضي الله عنه أشرف الخلق محمد رسول الله صلى الله عليه وسلم പറയുന്നതായി ഞാൻ കേട്ടു من صلى العشاء في جماعة ഇശാ നമസ്കാരം ജമാഅത്തായിട്ട് ഒരാൾ നിർവഹിച്ചാൽ فكأنما قام نصف الليل ഒരു രാത്രിയുടെ പകൽ മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണ് ഇശാഇന്റെ ജമാഅത്തിൽ നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം. വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൽ സുബ്ഹ് നിസ്കാര ജമാഅത്തായിട്ട് ഒരാൾ നിർവഹിച്ചാൽ ഫകഅന്നമാ സ്വല്ല ലൈല കുല്ലഹു രാത്രി സമയം മുഴുവനും നിസ്കരിച്ച പ്രതിഫലം ആ വ്യക്തിക്കുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതെല്ലാം ഇശാഇന്റെയും പ്രത്യേകിച്ച് സുബ്ഹിയുടെയൊക്കെ ജമാഅത്തിൽ പങ്കെടുത്ത് ആ ജമാഅത്ത് മുഹാഫള ചെയ്യുന്നതിൻ്റെ പ്രത്യേകമായ പ്രേരണയിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നിസ്കരിച്ചാൽ തീർച്ചയായും ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു തആല നമുക്ക് തരും. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم ليس صلاة أثقل على المنافقين من صلاة الفجر والعشاء. അതായത് മുനാഫിഖീങ്ങളുടെ മേൽ സുബ്ഹ് നിസ്കാരത്തിനേക്കാളും ഇശാ നിസ്കാരത്തിനേക്കാളും ഭാരമേറിയ ഒരു നിസ്കാരം വേറെയില്ല. ഇശാഇന്റെയും സുബ്ഹിയുടെയും ജമാഅത്തിൽ പങ്കെടുക്കുന്നത് പ്രയാസകരമായിട്ട് തോന്നുന്ന ആരുണ്ടോ അത് മുനാഫിഖാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത് അവൻ്റെ മേൽ എപ്പോഴും ഭാരമാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ അത് നേരത്തെ 2 ദിവസം ഉണർത്തിയത്. ഇശാവ് വാങ്ങി കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കുന്നത് തടിയപ്പുന്ന ചില ബിരുദന്മാരുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അത് നമ്മൾ പറയേണ്ട അല്ലാഹു റസൂൽ എന്ന് പറഞ്ഞാൽ അത് മുനാഫിഖാണ്, പ്രസിദ്ധനായ മുനാഫിഖാണെന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ജമാഅത്തായി നിസ്കരിക്കുന്ന കാര്യത്തിൽ നമുക്കെന്ത് വേണം? ഒരു പ്രത്യേകം നമുക്ക് വേണം. നമുക്ക് അതിനകത്തൊരു നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. ഈ സുബ്ഹ് നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിനും അടങ്ങിയിരിക്കുന്ന പ്രത്യേകതകൾ ജനങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ആ നിസ്കാരത്തിൽ തീർച്ചയായും ആ രണ്ടിൻ്റെ ജമാഅത്തിൽ ചെല്ലുകയും വരൂ ഹബുവൻ നടക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അത് ഇഴഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യും? ഇഴഞ്ഞിഴഞ്ഞ് വീട്ടിൽ നിന്ന് ഏത് കുന്നായാലും കുഴിയായാലും അവിടെ നിന്ന് ഇഴഞ്ഞ് എവിടെ വരും? പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുക. എവിടെയാണോ ഇശാഇന്റെയും സുബ്ഹിന്റെയും ജമാഅത്ത് നടക്കുന്നത് അവിടെ വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മുത്തഫഖുൻ അലൈഹി ഹദീസ്. وعن ابن مسعود رضي الله عنه قال سألت رسول الله صلى الله عليه وسلم. അബ്ദുല്ലാഹി മസ്ഊദ് എന്ന് പറയാണ്, ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും ഉത്കൃഷ്ടമായ അമൽ ഏതാണ് നബിയെ? ഖാല അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിൻ്റെ വഖത്തിൽ തന്നെ നിസ്കരിക്കുക. നിസ്കാരങ്ങൾക്ക് 2-3 വഖത്തുകളുണ്ട്. അഫ്ളലായ വഖത്തുണ്ട്, മുഖ്താറായ വഖത്തുണ്ട്, ജായിസായ വഖത്തുണ്ട്. അഫ്ളലായ വഖത്തിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ നിസ്കരിക്കണം. അഫ്ളലായ വഖത്ത് എന്ന് പറയുമ്പോൾ എന്താ? ഉദൂ വെച്ച് ബാങ്ക് കൊടുത്താൽ ഉദൂ ചെയ്ത് ഡ്രസ്സ് ചെയ്ത് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സമയമായാൽ അഫ്ളലായ വഖത്ത്. പിന്നെ 4 റക്അത്ത് ളുഹ്റോ അസ്റോ ഏതാണ് ആ നിസ്കരിക്കുന്ന സമയം കഴിഞ്ഞാൽ അഫ്ളലായ വഖത്ത് കഴിഞ്ഞു. പിന്നെ പോയിട്ട് മുഖ്താറായ വഖത്താണുള്ളത്. ആ മുഖ്താറായ വഖത്ത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ജായിസായ, പെട്ടെന്ന് നിസ്കരിക്കാൻ സമയമുണ്ട്. അത് ജായിസായ സമയം നിസ്കരിക്കണം, അനുവദനീയമായ സമയം. പക്ഷേ ഏതായാലും ശരി തന്നെ അഫ്ളല ഏറ്റവും ആദ്യത്തെ വഖത്ത് നിസ്കാരത്തിനെ തൊട്ട് അകാരണമായി പിന്തിച്ചാൽ ആ പിന്തുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്, യാതൊരു സംശയമില്ല. മനസ്സിലായോ? ആ നിസ്കാരത്തോട്ട് പിന്തിച്ചാലേ നമ്മൾ പറഞ്ഞിട്ടാണ് ദോറല്ലേ അസറോടുകൂടി നിൽക്കരിക്കാം, അല്ലെങ്കിൽ പറയാം ഇപ്പോൾ കള്ളാവട്ടെ ഞാൻ അസർ കഴിഞ്ഞ് നിൽക്കരിക്കാം, രണ്ടും കൂടി ഒന്നിച്ചടി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഉദൂവിൽ 2 നിസ്കാരം ഒരുമിച്ച് കൂട്ടുന്നത്. അതായത് ബോഹറിൻ്റെ അവസാന വഖത്തിൽ ഉദൂ എടുത്ത് ബോഹർ നിസ്കരിച്ച് ആ ഉദൂവിൽ തന്നെ അടുത്ത അസറും കൂടെ നിസ്കരിക്കുന്ന വ്യക്തിക്ക് നരകത്തിൻ്റെ 2 ബാബുകൾ അല്ലാഹു തആല അയാൾക്ക് തുറന്നു കൊടുക്കുമെന്നും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മടിയന്മാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഒറ്റ ഉദൂ ബോഹറിൻ്റെ അവസാന വഖത്തിൽ ഉദൂ എടുത്ത് ബോഹർ നിസ്കരിക്കുക, പിന്നെ എന്ത് ചെയ്യുക? ബാങ്ക് കൊടുത്ത് അസർ നിസ്കരിക്കുക, ഒമ്പ അടക്കുക. അള്ളാഹെ ചെയ്യുന്ന പരിപാടി. ഈ പരിപാടി നടക്കൂലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ആദ്യത്തെ വഖത്തിൽ തന്നെ എന്ത് ചെയ്യണം?
നിസ്കരിക്കണം, അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അമല്. എന്നിട്ട് വീണ്ടും കൊടുത്തു തുമ്മായി, പിന്നെ ഏതാണ് നബി ഏറ്റവും ഉത്കൃഷ്ടമായ അമല് എന്ന് ചോദിച്ചപ്പോൾ ബിർറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. നിസ്കാരം കഴിഞ്ഞാൽ രണ്ടാമതായി കിട്ടുന്ന ഏറ്റവും വലിയ ഗുണകരമായ അമൽ ഏതാണ്? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. കൊടുത്തു തുമ്മായി, പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അൽ ജിഹാദു ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, അതാണ് മൂന്നാമതായിട്ടുള്ളത്. അനിവാര്യമായ ഘട്ടം വരുമ്പോഴല്ലാതെ ഇസ്ലാമിക ഭരണാധികാരി, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക ഭരണാധികാരിയുടെ അനുവാദമില്ലാതെ ചെയ്യുന്ന യുദ്ധങ്ങളൊന്നും ഇസ്ലാമിക യുദ്ധങ്ങളൊന്നും അല്ല. അത് പേരിൽ നമ്മൾ ഷഹീദാണ്, യുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഭരണാധികാരി അമീർ കൽപ്പിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم بني الإسلام على خمس. നമ്മളൊരു കാര്യം മനസ്സിലാക്കാണ്, പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ അടിസ്ഥാന ബേസ്മെന്റ് എന്ന് പറയുന്നത് 5 കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിൻ്റെ മുകളിലാണ് ഇസ്ലാം എടുക്കപ്പെട്ടിട്ടുള്ളത്. അത് ഏതെങ്കിലും ഓരോന്ന് തകരാറുള്ളതനുസരിച്ച് എന്ത് ചെയ്യും? ഇസ്ലാം താഴ് വീണുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? വന്നതുപോലെ തിരിച്ചു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം അവരിലേക്ക് കടന്നു വന്നു. അതേപോലെ എന്ത് ചെയ്യും? ഒറ്റപ്പെട്ട നിലക്കാണ് കടന്നു വന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യും? പരിശുദ്ധ ഇസ്ലാം തിരിച്ചു പോവുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ബുനിയൽ ഇസ്ലാം, ഇസ്ലാമിന് എടുക്കപ്പെട്ടിട്ടുള്ളത് അലാ ഖംസിൻ, 5 കാര്യങ്ങളുടെ മേലാണ്. അതിൻ്റെ അടിസ്ഥാനം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഈ 5 കാര്യമാണ്. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതിലുള്ള ഷഹാദത്ത് സാക്ഷ്യം വഹിക്കുന്ന വാക്കർത്ഥമാണെങ്കിലും അതിൻ്റെ നേരെ അർത്ഥം എന്താ? അതിൻ്റെ ആശയം, സാങ്കേതികമായ അർത്ഥം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ഏറ്റവും ഹഖായ ബന്ധപ്പെട്ടവൻ അല്ലാഹു തആല അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഹൃദയം കൊണ്ട് കരുതി ഉറപ്പിച്ച് നാവ് കൊണ്ട് ഞാൻ വ്യക്തമാക്കുന്നു. അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതരാണെന്നും ഞാൻ ഹൃദയം കൊണ്ട് കരുതി ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നു. ഇതാണ് ഷഹാദത്ത്. ഇതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമേ ആരാവുള്ളൂ? അവൻ മുസ്ലിമായി മാറുകയുള്ളൂ. ഒന്നാമത്തേത് അതാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ അവൻ മുഅ്മിനായി, മുസ്ലിമായി. രണ്ടാമതായി അവൻ്റെ ഉടനെ തന്നെ നിർബന്ധമാകുന്ന ഒന്നാണ് വയഖാമിസ് സ്വലാത്തി, 5 വഖത്ത് നിസ്കാരം. അത് യാരെന്ന് പറഞ്ഞാലും ശരി തന്നെ, ഇസ്ലാമാണോ മുസ്ലിമാണോ, അവന് ഓർമ്മശക്തി ഉണ്ടോ, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, മറന്നു കിടക്കുകയാണ്, എന്നാലും അവനെ ആ കിടത്തത്തിൽ തന്നെ എന്ത് ചെയ്യും? നിസ്കാരം അവന് നിർബന്ധമാകുന്നു. വഈതാഇ സക്കാത്തി, സമ്പത്തുണ്ടെങ്കിൽ നിർബന്ധമായും പാവപ്പെട്ടവൻ്റെ ഹഖായ സക്കാത്ത് കൊടുത്തു വിട്ടൽ നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പറയുന്നുണ്ട്. സക്കാത്ത് എന്നത് വലിയൊരു വിഷയം തന്നെയാണ്. ഈ സക്കാത്ത് ആര് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, മനസ്സിലായി? അതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് സക്കാത്തിൻ്റെ മുതൽ അവാന്തര വിഭാഗങ്ങൾ അങ്ങ് പല രാജ്യങ്ങളിലും പോയി പിരിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ആളുകളെ പിടിച്ചെന്ത് ചെയ്യുക? അവർക്ക് സക്കാത്ത് പറഞ്ഞ് എന്ത് ചെയ്യുക? കൊടുക്കുക. ഒരിക്കലും ആ സക്കാത്ത് കൊടുക്കൽ സഹീഹാവുകയില്ല. ആ കൊടുത്ത ആളിൻ്റെ സക്കാത്ത് വീടത്തൂല. പാവപ്പെട്ടവൻ വഞ്ചിക്കപ്പെടുന്നൊരവസ്ഥയാണ് അവാന്തര വിഭാഗം ഈ ലോകത്തിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സക്കാത്ത് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി, അങ്ങനെ കമ്മിറ്റി ഇസ്ലാം വെച്ചിട്ടുമില്ല. ഒരു കമ്മിറ്റിയെ ഇസ്ലാമിൽ സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിക്കാൻ ഇസ്ലാമും ഇതില്ല പറഞ്ഞില്ല. സക്കാത്ത് കൊടുക്കുക 2 രൂപം. ഒന്ന് സ്വന്തമായി സക്കാത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കുക. ഞാൻ യൂസുഫുക്കായ വക്കാലത്ത് ഏൽപ്പിച്ചാൽ, പക്ഷേ എൻ്റെ ബാധ്യത തീരണമെങ്കിൽ യൂസുഫുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ അർഹതയ്ക്ക് എത്തിച്ചാൽ മാത്രമേ ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ച എൻ്റെ ബാധ്യത തീരുള്ളൂ. ഇത് സക്കാത്തിൻ്റെ മുതൽ കെട്ടിക്കിടന്ന് കൂമ്പാരം പോലെ കെട്ടിയിട്ട് സംഘടനകൾക്കും അതുപോലെ തന്നെ പോസ്റ്റർ ഒട്ടിക്കാനുമായിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഈ സക്കാത്തിൻ്റെ മുതൽ വിനിയോഗിക്കുന്ന അവാന്തര വിഭാഗങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് വലയം ചെയ്തിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം. കഴിഞ്ഞ റമദാനും എന്നെ ഒരു ടീം സമീപിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കി പിരിച്ച് അങ്ങ് കൊടുക്കാൻ. അത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ആ സൈസ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നില്ല. ഇസ്ലാമിൽ അങ്ങനെ വ്യവസ്ഥയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തൗഫീഖ് ആ വഴിക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ രംഗത്ത് വരുന്നത് ഇവിടുത്തെ ഈ വഹാബികൾ എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗവും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മറ്റൊരു സൈലന്റ് അവാന്തര വിഭാഗം. ഈ 2 കൂട്ടരുമാണ് ഈ നാട്ടിലെ സക്കാത്തിൻ്റെ മുതലുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സൂക്ഷിക്കണം. സക്കാത്തിൻ്റെ മുതൽ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, സംഘടനകൾക്ക് ഏൽപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ സൂക്ഷിക്കണം. എൻ്റെ സമ്പത്തിൻ്റെ സ്രോതസ് എന്താണെന്ന് എനിക്ക് അറിയാവും. ഒരാൾക്ക് പിരിക്കാൻ അനുവാദം ഇസ്ലാം കൊടുത്തില്ല. പിരിക്കേണ്ട സമ്പത്ത് ഏതാണ്? അത്
ബാഹിരിയായ ചില അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. ഇമാമുൻ നവവി റഹിമഹുല്ലാഹ് തന്റെ ശറഹുൽ മുഹദ്ദബിൽ ഏത് സക്കാത്താണ്, ആരാണ് പിരിച്ചു കൊടുക്കേണ്ടത്, ഏത് മുതലാണ് എന്നൊക്കെ വളരെ സവിസ്തരമായി ചെയ്തിട്ടുണ്ട്, ഫുഖഹാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മുടെ അമലുകളെല്ലാം കൈകാര്യം ചെയ്യാനുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ സക്കാത്ത് കൊടുക്കുക. ഹജ്ജുൽ ബൈത്തി, അതുപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജ് നിർബന്ധമായ ആളാണെങ്കിൽ ഹജ്ജ് നിർവഹിക്കുക. സൗമി റമദാന, അതുപോലെ തന്നെ റമദാനിന്റെ നോമ്പ് പരിപൂർണമായും അനുഷ്ഠിക്കുക. ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ സൂക്ഷിച്ച് ആര് പോണോ അവന്റെ ഇസ്ലാം അടിത്തറ പാകിയിട്ടുള്ളത് ഈ 5 കാര്യത്തിന്റെ മേലാണ്. ഏതിനെല്ലാം തകരാറ് വരുത്തുന്നോ അവന്റെ ഇസ്ലാം തകർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അല്ലാഹു നമ്മിലൊന്ന് കാക്കുമാറാകട്ടെ. ഒരു ഹദീസ് ഓതി എന്ന് നോക്കാം. وعن معاذ رضي الله عنه قال بعثني رسول الله صلى الله عليه وسلم الى اليمن. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ബഅസനി റസൂലുള്ളാഹ്, അല്ലാഹു തആല എന്നെ അയച്ചു ഇലൽ യമനി, യമനിലേക്ക്. എന്തിനാണ്? നാട് കാണാനില്ല, പിന്നെ മറിച്ച് അവിടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിനായി അവിടെ ജനങ്ങൾ ആവശ്യപ്പെടുകയും അതനുസരിച്ച് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല അയച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബി, ജൂതന്മാരുടെ അടുക്കലേക്കാണ് നീ പോകുന്നത്. ആരോട് പറയാണ്? ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ പറയുന്നു, പോകുന്നത് എവിടെയാണ്? ജൂതന്മാരുടെ അടുത്ത് അഹ്ലുൽ കിതാബിന്റെ അരികിലേക്കാണ് പോകുന്നത്. ഇനി ഫദഉ ബിലാ ഷഹാദത്തി ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നി റസൂലുള്ളാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് അചഞ്ചലമായ വിശ്വാസവും ഞാൻ റസൂലാണെന്ന് എന്ത് ചെയ്യണം? അവരോട് പറഞ്ഞ് അവരെന്ത് ചെയ്യുക? ക്ഷണിക്കുക. വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, അവരോട് പറയുക. നിന്റെ ഈ ക്ഷണമനുസരിച്ച് അവരെ ആ വിഷയത്തിനെതിരെ വഴിപ്പെട്ടാൽ രണ്ടാമത് നീ അവർക്ക് അറിയിച്ചു കൊടുക്കണം, അന്നല്ലാഹു തആല ഇഫ്തറന അലൈഹിം 5 സ്വലവാത്തിൻ, 5 വഖ്ത് നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയിട്ടുള്ളവരും അവരെന്ത് ചെയ്യണം? അറിയിക്കണം എന്ന് നബികൾ പറയണം. ഈ കുല്ലി യൗമിൻ വലൈല, എല്ലാ രാത്രിയിലും പകലുമായി 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന് ഈ വിശ്വസിച്ച ആളുകളോട് എന്ത് ചെയ്യണം? പറയണം. ഇനി അവർ അതിന് വഴിപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല ഇഫ്തറന അലൈഹിം സദഖത്തൻ തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സക്കാത്തുകളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ടെന്നും ആ സക്കാത്തിൽ നിന്ന് ഭരണാധികാരിയായ അല്ല നിയമിക്കപ്പെട്ട ഇസ്ലാമിക അധികാരിയായ നിങ്ങൾ അവരിൽ നിന്ന് വാങ്ങി പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കുകയും വേണം എന്ന് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫയൻഹും അതാഉ ദാലിക, അങ്ങനെ അതവരനുസരിച്ച് കഴിഞ്ഞാൽ ഫയ്യാക വകറാഇമ അംവാലിഹിം, അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്തുകൾ നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വത്തഖി ദഅവത്തൽ മദ്ലൂം ഫയ്യാക വകറാഇമ അംവാലിഹിം, അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്തുകൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അതായത് ഇഹ്ദർ അൻ തഖുദ മിൻ സക്കാത്തി അൻഫുസി അംവാലിഹിം, ഒരാളുടെയും ശരീരത്തിന്റെ സക്കാത്തിന്റെ മുതൽ നീരുത് ചോദിച്ച് മേടിച്ച് നീ ആർക്കും കൊണ്ട് കൊടുക്കരുത്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. സക്കാത്തിന്റെ വിഷയം വളരെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഒരാളുടെയും ശരീരത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഫിത്ർ സക്കാത്ത് ആകട്ടെ, അതുപോലെ തന്നെ പണങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിന്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ യൂസുഫക്കാണ് ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന്റെ കണക്ക് എനിക്കറിയാൻ പറ്റും, ഞാൻ നിങ്ങൾക്കൊന്ന് ചോദിക്കാം, മനസ്സിലായ? അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒന്ന് ഈ ഹദർ നീ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇയ്യാക വഖറാഇമുൽ അംവാലി, അത്തരത്തിലുള്ള മുതലുകൾ. അതുപോലെ തന്നെ പിന്നെ ബിസിനസ്, ഞാൻ ഒരു കട ഇട്ടിരിക്കുന്നു, ആ ബിസിനസിന്റെ പിന്നെ സാമ്പത്തിക സ്രോതസ്സും അടിസ്ഥാനവും അതിന്റെ കണക്കൊന്നും എനിക്കറിയില്ല, ഞാൻ ഭരണാധികാരിയിൽ ചെന്ന് ചോദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അപ്പൊ അത്തരത്തിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല, ഒരാളും ചോദിക്കാൻ പാടില്ല. മറിച്ച് വയലുണ്ട്, നെൽകൃഷിയുണ്ട്, അതുപോലെ തന്നെ ഈ മുന്തിരി കൃഷിയുണ്ട്, ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ലാഹിരിയായ ചില കൃഷികളാണ്. അതിൻ്റെ സക്കാത്തുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഭരണാധികാരിക്ക് കൊടുത്തില്ലെങ്കിൽ ചോദിക്കാനും വാങ്ങിക്കൊടുക്കാനും അധികാരമുണ്ട്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളുടെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്തുകളൊന്നും നീ എന്ത് ചെയ്യരുത്? മേടിച്ച് അവരുടെ ശരീരത്തിന്റെ ആ നഫ്സിന്റെ സക്കാത്തൊന്നും വാങ്ങി നീ ആർക്കും കൊടുക്കരുത്. അതൊന്നും എന്ത് ചെയ്തില്ല, ഏൽപ്പിച്ചില്ല. അത് അവരവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. ഒരാൾ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ആ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സൂക്ഷിക്കേണ്ടത്, ബലാത്കാരമായി ഞാൻ നിങ്ങൾക്ക് വന്ന് അത് പിടിച്ചു മേടിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട ആളാണ്. അങ്ങനെ വരുമ്പോൾ മദ്ലൂമിന്റെ ദുആ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന സൂക്ഷിക്കണം. എന്താ കാരണം? ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്,
ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയുടെ ഇടയിലും അള്ളാഹുവിൻ്റെ ഇടയിലും ഏത് ജാതിയായാലും ഏത് മതമായാലും മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഏത് വ്യക്തിയാണെങ്കിലും അവൻ്റെ ഇടയിൽ ഒരു മറയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ദുആ സൂക്ഷിക്കണം. അത് ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും, അതിന് പ്രതികരണം ഉണ്ടാവും, മറുപടി വരും. അത് ജാതിയും മതവും വ്യക്തിയും ചെറിയാൾ വലിയാൾ മൊയ്യാൾ സാധാരണക്കാരനൊന്നും വ്യത്യാസം അതിനിടയിലില്ല. അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. عن جابر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن بين الرجل وبين الشرك والكفر ترك الصلاة. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഇടയിൽ, അതായത് ഒരു പുരുഷൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്നത് തർക്കുസ്വല, നിസ്കാരത്തെ ഉപേക്ഷിക്കലാണ്. മുമ്പിനാണെങ്കിൽ നിസ്കരിക്കും, കുഫറും ഷിർക്കുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യില്ല, നിസ്കരിക്കില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നത് ഞാൻ നിങ്ങളൊക്കെ പല പരിശ്രമം നടത്തണം. പരമാവധി ജമാഅത്തായിട്ട് തന്നെ കൃത്യമായി നിർവഹിക്കുന്നതിനുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കൊക്കെ ഉണ്ടാകണം. ഏത് സമയത്താണ് മരണത്തിലേക്ക് പോകുന്നതെന്നറിയില്ല. അല്ലാഹു നാളെ മഹ്ശറിൽ ആദ്യമായി ചോദിക്കപ്പെടുന്നതും ഖബറിൽ ചോദിക്കപ്പെടുന്നതൊക്കെ ആദ്യം നിസ്കാരത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് എന്തിനെക്കുറിച്ചും ചോദിക്കപ്പെടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതെല്ലാം കൃത്യമായി തന്നെ നിർവഹിക്കാൻ, മരണം വരെ സൂക്ഷിച്ചു പോരാൻ, അതിൻ്റെ പേര് മുഹാഫളത്തിന് അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മാതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ ഒരു ഖത്തും ഓതിയിട്ട് ദുആരക്കാൻ ഏൽപ്പിച്ചു. ഇൻഷാ അല്ലാഹ് അത് ദുആ നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ. ആഖിറ ഉപകരിക്കുന്ന അമലാക്കണേ റബ്ബേ. ഇതിൻ്റെ എല്ലാം സവാബുകൾ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്തി വന്ന മുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാഹുവിന്റെ ഖബറിൽ നീ സന്തോഷത്തിനും റാഹത്തിനും ആക്കണേ. പരിശുദ്ധമായ റമദാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തണേ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തല്ലേ. അർഹമർ റഹീമായ അല്ലാഹുവേ, ഈ ഹദീസ് കേട്ട കാരണം കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് സ്വർഗത്തിൽ മുത്തുനബിയുടെ ജിവാറിലായി ഒരിടം ഞങ്ങൾക്കും അല്ലാഹുവേ ഈ ഹദീസ് കേൾക്കുന്ന വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അർഹമർ റഹീമായ അല്ലാഹുവേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖത്മുൽ ഖുർആൻ ഓതിയ ഒരു മാതാവ് അല്ലാഹുവേ അത് ഹദിയ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ, അതിൻ്റെ ആ സവാബുകൾ മുഴുവനും അല്ലാഹുവേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദ്റത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവിന്റെ സവാബുകൾ പരിപൂർണമായി എത്തിച്ചു കൊടുക്കണേ റബ്ബേ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിനോടും അവർക്ക് നീ നൽകണേ റബ്ബേ. ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനേ. ആ മാതാവ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഓതിയത് അത് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. അർഹമർ റഹീമായ അല്ലാഹുവേ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറും മുറാഫഖത്തും ആ പ്രിയ മാതാവിനെ ഞങ്ങൾക്കും നീ നൽകണം.